ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ആക്റ്റീവ് സെഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാ പലതും, പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്റ്റെന്റിന്റെ ഇത് നമ്മളൊന്നും പരിശോധിച്ചിട്ടോ ഒന്നുമില്ല. കയ്യിലുള്ളത് വെച്ച് നമ്മൾ ചെയ്യാന്ന് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ChatGPT മാർത്ത ഒരു ആപ്പില് ഇത്രത്തോളം സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. നമുക്ക് പൊതുവെ കുട്ടികൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഈ ഗെയിംസ് ഒന്നും വല്ലാണ്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല, അതിനുള്ള സമയം കിട്ടാറുമില്ല. എന്നാൽ കിട്ടുന്ന സമയത്തിൽ നമ്മൾ ഗെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാനോട്ട് താല്പര്യം വരില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ കഹൂട്ട് മാർത്ത ആപ്പ് ആവുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും തോന്നുന്നു, ഡിഗ്രിക്കാരായാലും PGക്കാരായാലും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് AI റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലാണ്. ഇതിനു മുന്നേ നമ്മുടെ സ്റ്റുഡന്റിനെ ജാബിർ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിനെ ഒരു ഇതേപോലത്തെ ഒരു ക്ലാസ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒന്നും കൂടി ഡീപ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു ടൈമിന്റെ ഒരു ഷോർട്ടേജ് മൂലം ഒരു 1 ഡേ ഒരു ഫുൾ ടൈം പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. എന്താണെങ്കിലും സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നല്ലൊരു ക്ലാസ്. PPT പ്രിപ്പറേഷനൊക്കെ ഇപ്പോഴും BCA സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗാമ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് PPT പ്രസന്റ് ചെയ്യാനും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലാസ്സുകളിൽ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ കൊണ്ടുവരാൻ ഈ ഒരു സെഷൻ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള സാർക്ക് വളരെ നന്ദി അറിയിക്കുന്നു. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. തുടക്കത്തിൽ എനിക്കത് അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴേക്കും ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി AI യൂസ് ചെയ്തിട്ട് എങ്ങനെ കൃത്യമായിട്ട് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റുഡൻസിനെ എൻഗേജിങ് ആയിട്ട് ഇരുത്താം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയുള്ള ടൈമിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. 2-3 വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇതൊരു നല്ല എഫക്റ്റീവായിട്ട് തോന്നി. എങ്ങനെയാണ് നമ്മളൊരു ഈ ടൂൾസുകൾ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നറിയാത്തൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടുണ്ട്. പിന്നെ ഒരു ഭാവി ടീച്ചിങ് മേഖലയിലൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. താങ്ക് യു സാർ. നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയാണ്. ചില സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ടീച്ചിങ്ങിനകത്ത് ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുള്ളത് സാർ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് AI. ChatGPT ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള AI ടൂൾസുകളും, ജെമിനി AI, പിന്നെ ജെനി AI, ബൈപ്പാസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ AI ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. സൈസ്പേസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എന്ത് വരാറുണ്ട്, AI കണ്ടന്റുകൾ വരാറുണ്ട് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ. അത് ഞാൻ പാരഫ്രൈസ് ചെയ്യല്ലേ, പാരഫ്രൈസിനുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടും പാരഫ്രൈസ് ചെയ്യാറ് കേട്ടോ. പക്ഷെ പ്രോംപ്റ്റുകൾ പലതും ഞാൻ കൊടുക്കുന്നതിൽ നമ്മളവിടുന്ന് ഇവിടുന്നുള്ള സോഴ്സിൽ നിന്നാണ് പ്രോംപ്റ്റുകൾ എടുക്കല്. സാർ ഇപ്പം ഇന്ന് എനിക്ക് കിട്ടിയൊരു ബോണസ് എന്ന് പറയുന്നത് പ്രോംപ്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടി, അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി പ്രോംപ്റ്റുകൾ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, നല്ല റിസൾട്ടുകൾ കിട്ടും. പിന്നെ ഗാമ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഗാമയും ഇന്ന് കിട്ടിയ മറ്റൊരു ബോണസ് ആയിരുന്നു. പിന്നെ ക്യാൻവിൻ തന്നെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാണെങ്കിൽ മുജീബ് സാറൊക്കെ കാല് പിടിക്കലാണ്, എന്നിട്ടാണ് 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് മുജീബ് സാറൊക്കെ ഉണ്ടാക്കി തരില്ലേ. സോ അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ആകെ മൊത്തം എന്താണ് പ്ലസ്സുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മൈനസ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു സെമിനാർ തന്നെയായിരുന്നു. പിന്നെ ഒരു ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാറെ കയ്യിലുള്ള ഏതെങ്കിലും പേയ്ഡ് വേർഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താണെങ്കിൽ വി ആർ ഇൻട്രസ്റ്റഡ്. എസ്പെഷ്യലി ഐ ആം ഇൻട്രസ്റ്റഡ്. ഞാൻ പെയ്ഡ് വേർഷൻസ് എടുക്കാൻ തയ്യാറാണ്. നമുക്ക് കുറേ ഹെൽപ്ഫുൾ ആവും. കാരണം എൻ്റെ ഞാൻ നിലവിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റിസർച്ച് ടോപ്പിക് തന്നെ AI ആണ്. അപ്പോൾ അതിലുള്ള കുറേ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ റെഫറൻസിലായിട്ട് കൊടുക്കാനും വളരെ ഉപകാരമായിരിക്കും. സോ താങ്ക് യു വെരി മച്ച് സാർ. നമ്മൾ ഒരുപാട് ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ട്രെയിനേഴ്സും പറയുന്നതാണ്, ഫാക്കൽറ്റീസിനെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന് ഒരു ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി ടീച്ചേഴ്സിന് ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കുക, ഒരു ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു സാറ്
നമ്മൾ ടീച്ചേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ എത്രത്തോളം എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കൊണ്ടുപോയത്. 3 മണിക്കൂർ നമ്മൾ പോയത് അറിഞ്ഞിട്ടേ ഇല്ല. കാരണം 10:15 പ്രോഗ്രാം തുടങ്ങി 1:15 നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരാൾ പോലും മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കാതെ, കാരണം നമുക്കറിയാം ഒരു ഫാക്കൽറ്റി